ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബിൽഡ് കോൺഫിഡൻസ് ബിഫോർ യു ബിൽഡ് സക്സസ്. വിജയത്തിന് മുന്നേ തന്നെ ആത്മവിശ്വാസം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മളിൽ പലരും ഒരു തെറ്റായ വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നു. ഞാൻ വിജയിച്ചാൽ എനിക്ക് ആത്മവിശ്വാസം വരും എന്നുള്ള തെറ്റായ ഒരു വിശ്വാസം. പക്ഷെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്, ആദ്യം ആത്മവിശ്വാസം വളർത്തുന്നവരാണ് പിന്നീട് വിജയിക്കുന്നത്. ഇന്ന് ഇതിനെ പ്രൂവ് ചെയ്യുന്ന ഒരു ചെറിയ കഥ കേൾക്കാട്ടോ. ഒരു ഗ്രാമത്തില് അമീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ അവൻ പഠിക്കാനായിട്ട് നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷെ അവൻ എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് കഴിവില്ല, അവരൊക്കെ എന്നെക്കാളും മിടുക്കരാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ. ഒരു ദിവസം സ്കൂളിൽ ഒരു പ്രസംഗ മത്സരം വന്നു. ടീച്ചർ അവന്റെ പേരും എഴുതി. അപ്പൊ അവൻ ഉടനെ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ എന്നെ കൊണ്ട് പറ്റില്ല. ടീച്ചർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഇതിനു മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടോ, നീ ശ്രമിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല. ടീച്ചർ അവനൊരു ചെറിയ കണ്ണാടി കൊടുത്തു. അതിന് പിന്നിലെ ഒരു വരി എഴുതിയിരുന്നു. എന്താണെന്നറിയോ? ഈ മുഖം വിശ്വസിച്ചാല് ഈ ലോകവും നിന്നെ വിശ്വസിക്കും. ആ ദിവസം മുതൽ ഓരോ ദിവസവും അവൻ കണ്ണാടിയിൽ നോക്കി അവൻ പറഞ്ഞു, എനിക്ക് കഴിയും. അവൻ പരിശീലനം തുടങ്ങി. ആദ്യ ദിവസം വളരെ മോശമായിരുന്നു. 2-ാം ദിവസം കുറച്ചും കൂടി നന്നായി. 10-ാം ദിവസം അവനിലെ ഒരുപാട് ആത്മവിശ്വാസം വളർന്നു. അങ്ങനെ ആ മത്സര ദിവസം എത്തി. അവൻ 1-ാം സമ്മാനം നേടാനായിട്ട് അവന് കഴിഞ്ഞില്ല. പക്ഷെ മുഴുവൻ സ്കൂളും എഴുന്നേറ്റ് നിന്ന് അവനെ കൈയടിച്ചു. കാരണം അവൻ തന്റെ ഏറ്റവും വലിയ ശത്രുവിനെ തോൽപ്പിച്ചിരുന്നു. എന്തായിരുന്നു അവന്റെ ഏറ്റവും വലിയ ശത്രു? ഭയം. ആ ദിവസം അവൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് ഒരു ട്രോഫി നേടുന്നതിലല്ല, സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം എന്നവൻ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ആത്മവിശ്വാസം നമ്മൾ ചെയ്യുന്ന ആക്ഷനിലൂടെ വരുന്നതാണ്, പ്രവൃത്തിയിലൂടെ വരുന്നതാണ്. ഒരിക്കലും കാത്തിരിക്കരുത്. എനിക്ക് ആത്മവിശ്വാസം വന്നാൽ ഞാൻ തുടങ്ങും, എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത്. എപ്പോഴും നിങ്ങൾ തുടങ്ങുമ്പോഴാണ് ആത്മവിശ്വാസം നിങ്ങളിലേക്ക് എത്തുന്നത്. ചെറിയ ചെറിയ വിജയങ്ങള് വലിയ വലിയ ആത്മവിശ്വാസം സൃഷ്ടിക്കും. 2-ാമത്തെ കാര്യം, നിങ്ങൾ താരതമ്യം ചെയ്യരുത്, നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങളെ ആരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവരുടെയും വിജയം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ അവിടേക്ക് എത്താനായിട്ട് അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നിങ്ങൾ കാണില്ല. ഒരിക്കലും നിങ്ങൾ മറ്റൊരാളെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. എന്തിനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഇന്നലത്തെ നിങ്ങളെ ഇന്നത്തെ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഇന്നലത്തെ ഞാനിൽ നിന്നും എന്തുമാത്രം വ്യത്യാസമാണ് ഇന്നത്തെ ഞാനിലേക്ക് എനിക്കുള്ളത് എന്നുള്ള ആ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ ഒരാളുമായിട്ടും നിങ്ങളെ കമ്പയർ ചെയ്യരുത്. അതുപോലെ തന്നെ പരാജയം ഒരു അധ്യാപകനാണ്, ഒരു ടീച്ചറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തിലെ എല്ലാ വിജയികളും പരാജയം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിച്ചവരാണ്. ആ പരാജയത്തിൽ നിന്നാണ് അവര് ആ ഒരു കടമ്പ കടന്നിട്ടാണ് അവർ ഇന്നത്തെ ഒരു സക്സസിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഒരു പരാജയം വന്നപ്പോൾ അവരവിടെ നിർത്തിയില്ല. ഓരോ പരാജയവും ഓരോ വിജയത്തിന്റെ തുടക്കമാണ്. അതിൽ നിന്ന് ഓരോ പാഠമുണ്ട് എന്നവർ മനസ്സിലാക്കിയവരാണ്. അടുത്ത 4-ാമത്തെ പാഠം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ചില ശബ്ദങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. എന്താണെന്നറിയോ? ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടിയാണ്. ഇന്ന് മുതൽ ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഒഴിവാക്കണം. 1-ാമത്തേന്ന് പറയുന്നത്, എനിക്ക് കഴിയില്ല എന്നുള്ള വാക്ക്. ഞാൻ പോരാ എന്ന് കൂടെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നിർത്തുക. പകരം നമുക്ക് പറയാനുള്ള എന്താണെന്നറിയോ? എനിക്കിതിന് കഴിയും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉള്ള ഒരു വാക്കുകളായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആത്മവിശ്വാസം ദിവസേന ഉണ്ടാക്കുന്ന ശീലങ്ങൾ നിങ്ങൾ തുടങ്ങുക. പരിശീലനം നിങ്ങൾ നേടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് നടക്കുന്നതാവാം, ഒരു പുസ്തകം വായിക്കുന്നതാവാം, ഇഷ്ടപ്പെട്ട ഒരു സ്കില്ല് പഠിക്കുന്നതാവാം. എപ്പോഴും നമ്മൾ പരിശീലനം നേടിക്കൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? വിജയം നിങ്ങളുടെ ജീവിതം മാറ്റും, പക്ഷേ ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെ മാറ്റും. ലോകം നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു കമന്റ് നിങ്ങളെ കമന്റ് ബോക്സിൽ എഴുതുക. ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കുന്നു എന്ന്. വിജയം നിങ്ങളെ ആത്മവിശ്വാസിയാക്കുന്നില്ല, പകരം ആത്മവിശ്വാസമാണ് നിങ്ങളെ വിജയിയാക്കുന്നത് എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും സ്കിപ്പ് ആവാതെ കണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്, ഒരു ബിസിനസ് കോച്ചാണ്, ഒരു ചിൽഡ്രൻ കോച്ചാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിലൂടെ എങ്ങനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴികളും ഗൈഡൻസുമാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ കൂടി എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ആ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക്